സി പി എമ്മിന്റെ സമ്മേളന വേദികളിലായാലും സി പി എമ്മിന്റെ പരിപാടികളിലായാലും ഇപ്പോൾ പോകുന്ന എല്ലാവരും പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. കോടിയേരി സംസ്ഥാന സമ്മേളനത്തിലാകട്ടെ സി പി എമ്മിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലാകട്ടെ ആ രീതിയിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു. ആ ഓർമ്മകൾ ഏറ്റവും അധികം ഉണ്ടാവുക സ്വാഭാവികത്തിന്റെ കുടുംബാംഗങ്ങൾക്കാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരി ചേരുന്നു. ബിനീഷ് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ ഓർമ്മയുണ്ട്. ബിനീഷ് മുഴുവൻ സമയവും കോടി സാഹിബിനൊപ്പം ഉണ്ടായിരുന്നു, ഓരോ നിമിഷവും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സമയം ഒന്ന് ഓർത്തിരുന്നത്? അല്ല, അച്ഛനോടൊപ്പമുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് കഴിഞ്ഞ സമ്മേളനം തൊട്ടല്ല. എനിക്കൊരു ഞാൻ സഫായി സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം പാലക്കാട് സംസ്ഥാന സമ്മേളനമാണ്. 98 നടന്ന പാലക്കാട് സമ്മേളനത്തിലാണ് അത്തരത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് പോയിരുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, എല്ലാവരുടെയും പാർട്ടി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുകയും പാർട്ടി കുടുംബങ്ങളൊക്കെ ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട്, പാർട്ടി കുടുംബങ്ങളെ സംബന്ധിച്ചിട്ട് പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പോകുമ്പോൾ സമയത്ത് എല്ലാവരും ഉണ്ടാവും. ഞാനുണ്ടാവും, എൻ്റെ ബ്രദർ ബിനോയ് ഉണ്ടാവും, ജിയാടൻ്റെ കമലേച്ചി ഉണ്ടാവും, വിക്കി ഉണ്ടാവും, വീണ ഉണ്ടാവും, ഈ ജയരാട്ടൻ്റെ ഫാമിലിയുടെ ഇന്ദിരേച്ചി ഉണ്ടാവും, ജെയ്സൺ ഉണ്ടാവും, കുഞ്ഞു ഉണ്ടാവും, അപ്പം ബെറ്റി ആൻറ്റി ഉണ്ടാവും, അപ്പു ഉണ്ടാവും. ഇവരൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാ സമ്മേളനങ്ങളൊക്കെ പോയി അതൊരു വലിയൊരു പാർട്ടി ഫാമിലിയുടെ ഒരു ബന്ധം പുതുക്കലും പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നിരുന്ന വെച്ചാൽ അച്ഛന് കുറച്ചുകൂടി ഒരു അസുഖം ബാധിച്ച സമയത്ത് കൂടിയായിരുന്നു. പക്ഷേ ആ സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്തൊന്നും വലിയ അസുഖങ്ങളൊന്നും ഉള്ള അങ്ങനെ ഒരു നേരിച്ച് ആ പ്രശ്നങ്ങളൊന്നും പുറത്തോട്ട് അങ്ങനെ വരാതിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിനും അച്ഛൻ ചേർന്ന് എല്ലാ ഇതിലും അച്ഛൻ്റെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലേക്കൊന്നും മാറി അച്ഛനില്ലാത്ത ഒരു സമ്മേളനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾ, അപ്പം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അച്ഛനില്ലാത്തൊരു സമ്മേളനം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സമ്മേളനമായിരിക്കും. അപ്പൊ അത്തരത്തിലൊരു വൈകാരിക നിമിഷങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും അമ്മ വരാൻ വേണ്ടി പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം തയ്യാറാവും എന്നൊരു വൈകാരികത ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ എല്ലാവരും ഇവിടെ വരുമ്പോൾ അച്ഛനെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മകൾ പറയുന്നു, അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നു. എന്നെ ചേർത്ത് നിർത്തുമ്പോൾ അവര് മുഖത്ത് നോക്കി എന്റെ കയ്യിൽ അമർത്തി പിടിക്കുമ്പോഴൊക്കെ തന്നെ അതിന്റെ ഒരു വൈകാരികത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അപ്പം അച്ഛനോടുള്ള ഒരു സ്നേഹം നമ്മളിലേക്ക് എല്ലാ സഖാക്കളും കാണിക്കുന്നു. പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാ താഴേക്കടയിലുള്ള സഖാക്കളൊക്കെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മളോട് ആ അച്ഛനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ഓർമ്മയായിട്ടുള്ളത്. ബിനീഷിനെ ഈ ഓർമ്മ വെച്ച കാലം മുതൽ കോടി സഖാവ് ഈ രീതിയിൽ പാർട്ടിയാണ്, എപ്പോഴും പാർട്ടി പ്രവർത്തനങ്ങളാണ്. സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ബിനീഷ് പഠിക്കുമ്പോഴൊക്കെ സെൻട്രൽ പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പൊ അന്ന് തൊട്ട് എപ്പോഴും തിരക്കാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റൂട്ടീനൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? സ്വാഭാവികമായിട്ടും എപ്പോഴും പാർട്ടി സമ്മേളനങ്ങളിൽ അച്ഛനും വലിയൊരു ആവേശവും ഒക്കെ തന്നെ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പുതിയ ഇപ്പൊ പാർട്ടി കോൺഗ്രസ് ഒക്കെ ഓരോരോ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു യാത്ര ഒരുമിച്ച് കിട്ടുന്നു. അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ വരുമ്പോഴാണ് അച്ഛനുമായിട്ടുള്ളൊരു യാത്ര ഒരു 3 വർഷത്തിലൊരിക്കലോ 4 വർഷത്തിലൊരിക്കലോ കിട്ടുന്നത്. ഞങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് ഒരു സമ്മേളനം എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടവും ആവേശവും ഒക്കെ തന്നെയാണ്. അപ്പം അതിലോട്ട് വന്നിരുന്നത് അച്ഛൻ്റെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം, അച്ഛനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇരിക്കാം എന്നൊക്കെയാണ് ഉള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓർമ്മകളൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്പം എന്നെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പാർട്ടിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സമ്മേളനങ്ങൾ അത്തരത്തിൽ ഓർമ്മയായിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം അതൊരു വലിയ നഷ്ടത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്. ആ നഷ്ടത്തിന്റെ ഓർമ്മകളിൽ നിൽക്കുമ്പോഴും അച്ഛൻ്റെ ആ അടുത്തുള്ള ആളുകൾ എത്രമാത്രം സ്നേഹിച്ചാണ് നിന്നിരുന്നത്, അച്ഛന് എത്രമാത്രം ഇഷ്ടപ്പെട്ടാണ് ആളുകൾ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളൊരു ബോധ്യപ്പെടൽ കൂടിയാണ് ഈ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഇപ്പോഴത്തെ സമ്മേളനങ്ങൾ അത്രയും മുൻകാലങ്ങളിലൊക്കെ വലിയ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്താണ് വലിയ സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തെ പോലെ ഉന്നത നേതാവ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും കുടുംബത്തിൽ അറിയിക്കുകയോ ആ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുഖത്ത് നൽകുകയോ ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇത്ര തന്നെ ഇപ്പൊ എന്റെയൊക്കെ വിഷയങ്ങൾ വന്ന സമയത്തും ഒരു നിമിഷം പോലും ഒരു സമ്മർദ്ദത്തിനും അച്ഛൻ അടിപ്പെട്ടിട്ടില്ല. ഒരു രീതിയിലും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫാമിലിയിൽ വന്നിട്ട് ഒരു മുഖം കറുത്ത് നിൽക്കുന്നില്ല. അച്ഛൻ എല്ലാം എപ്പോഴും പറയുന്നൊരു വാചകം, എന്തെങ്കിലും ഇത് എങ്ങനെ നമ്മൾ നേരിടും, അതൊക്കെ ആ സമയത്ത് നമുക്ക് നോക്കാം, ഇതാണ് അച്ഛൻ്റെ എപ്പോഴും വാക്ക്, അതൊക്കെ നമുക്ക് നോക്കാം, വരട്ടെ, ഇതാണ് ഇപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് പിന്നീട് ഇപ്പോൾ അതിനുശേഷം ആലോചിക്കുമ്പോൾ എത്ര വലിയ പ്രശ്നമായിരുന്നു അത്, എന്തുമാത്രം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത്രയും വളരെ ലഘൂകരിച്ചുകൊണ്ട് ഇത്രയും വളരെ ഒരു ചിരിയിലൂടെ അതൊക്കെ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് പോയെന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അച്ഛൻ്റെ ആ ഒരു ജീവിതം വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിതം തന്നെയാണ്. എത്തരത്തിൽ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ തന്നെയാണ് അത് ഈ
പറയുന്ന പോലെ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും ഇതുവരെ അടിപ്പെട്ടിട്ടില്ല. മുഖത്ത് കാണാനും പറ്റില്ല. ഇന്നേ വരെ ദേഷ്യം വന്നാലും അച്ഛൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള ഈ സമരങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലേക്കുള്ള രീതിയിൽ അച്ഛനെ കണ്ടു എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും ഇന്നേ വരെ അച്ഛൻ ദേഷ്യപ്പെടുന്നത് ഞാൻ അച്ഛനെ അറിയുന്ന ആരും അത്തരത്തിലൊരു പേഴ്സണലായിട്ട് ഒരു രീതിയിലേക്കും അങ്ങനെ ഒരു അനുഭവം പറയുന്നതല്ല. എല്ലാവരും പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് അച്ഛൻ എല്ലാവരെയും കേൾക്കുമായിരുന്നു. അച്ഛൻ എല്ലാവരെയും കേൾക്കുവാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ഞാനും അരുണും പോയിട്ട് ഒരേ വിഷയം തന്നെ സംസാരിക്കുകയാണെങ്കിലും ഞാൻ അരുണാണ് ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ രണ്ടാമത് പോയി പറയുകയാണെങ്കിലും ആ വിഷയങ്ങൾ അതുപോലെ തന്നെ കേൾക്കും. മൂന്നാമത് ഒരാൾ വന്നിട്ടും ആ വിഷയം തന്നെയാണ് പറയുന്നത്, അയാളെയും കേൾക്കും. അപ്പം ഒന്നിനും ആരെയും ഒരു കേൾക്കാതിരിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു വലിയ നല്ലൊരു കേൾവിക്കാരനായിരുന്നു. ആ കേൾവിയിലൂടെ തന്നെ എന്തെങ്കിലും പാർട്ടിയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ പാർട്ടിയുമായുള്ള ഒരു പരിഭവങ്ങളോ എന്തെങ്കിലും ആളുകൾക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ ആ പോകുമ്പോഴത്തേക്ക് ഒരു സൊല്യൂഷൻ അച്ഛൻ്റെ നിന്ന് കിട്ടുമായിരുന്നു. എപ്പോഴും ആളുകൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് മടങ്ങി വരുമ്പോൾ നമുക്കൊരു സൊല്യൂഷനോടെ കൃത്യമായിട്ട് മടങ്ങി വരാൻ പറ്റും. ഒരു രീതിയിലേക്കുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ല എന്നൊക്കെയാണ്. അതൊക്കെ ആളുകൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്രമാത്രമായിരുന്നു അച്ഛൻ അതിലേക്ക് വളർന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ സമ്മേളനമായിട്ട് തോന്നുന്നത്. ഒരു ആൾക്കാർ സംശയം ഉണ്ടാകാം, അതായത് ഈ കോടിയേരിയുടെ കാലത്ത് നിങ്ങൾക്ക് പാർട്ടിയായിട്ട് വളരെ ചേർന്ന് പോകാൻ പറ്റി. ഇപ്പോഴും പാർട്ടി ആ ഒരു ആത്മബന്ധം പാർട്ടി നേതാക്കളൊക്കെ പുലർത്തുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇപ്പൊ പാർട്ടി നേതാക്കൾ ആത്മബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ പാർട്ടി അങ്ങനെയല്ല. ഞങ്ങൾ പാർട്ടി കുടുംബമാണ്. അപ്പൊ ഞങ്ങൾ പാർട്ടിയുമായിട്ട് ചേർന്നാണ് ജീവിക്കേണ്ടത്. ഞങ്ങൾ പാർട്ടിയുമായിട്ട് ചേർന്നേ ജീവിക്കുകയുള്ളൂ. അപ്പൊ അത് സ്വയം ബോധ്യപ്പെടേണ്ടതും സ്വയം ബോധ്യമുണ്ടാകുന്നതും ആദ്യം ഞങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങൾ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ പാർട്ടി എന്നുള്ളത് എല്ലാവരുടെയും ആണ്. ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. നേതാക്കളൊക്കെ തന്നെ എല്ലാ രീതിയിലേക്കുള്ള സൗഹൃദങ്ങളും നമ്മളോടത്തുള്ള ചേർത്ത് പിടിക്കലും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അച്ഛൻ അത്തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ എല്ലാ സീനിയർ നേതാക്കളെയും അല്ലെങ്കിൽ മരണപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങളെയും രക്തസാക്ഷി കുടുംബങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷി കുടുംബങ്ങളെയൊക്കെ തന്നെ അത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ ചേർന്ന് നിൽക്കാൻ ഒരു കാരണമായിട്ടുള്ളത് കൂടി അച്ഛന്റെ ആ സമീപനം കൂടിയായിരിക്കും. അപ്പം അത്തരത്തിലേക്കാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വളരേണ്ടതും അത്തരത്തിലേക്കുള്ള ഒരു സമീപനമാണ് സഖാക്കളിൽ നിന്ന് വരേണ്ടതൊക്കെ ചെയ്യേണ്ടത്. പാർട്ടി എന്ന് പറയുന്ന എല്ലാവരുടെയും ആണ് പാർട്ടി എന്നുള്ളത്. അപ്പോൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ സമ്മേളനങ്ങളിൽ വരുന്നത്. അതിനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന, സമ്മർദ്ദമൊന്നും ആരെയും കാണിക്കാത്ത, എല്ലാവരെയും കേൾക്കുന്ന ഏറ്റവും നല്ല കേൾവിക്കാരനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ട്. ബ്രാഞ്ച് തലത്തിലെ പ്രവർത്തകർ മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് വരെ എന്തും തുറന്നു പറയാൻ, അത് കേട്ടുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു മനസ്സുള്ള ഒരു നേതാവ് ആ കോടിയേരിയാണ്. സമ്മേളന കാലത്ത് ഇപ്പോഴും CPM അദ്ദേഹത്തിന്റെ അഭാവം CPM നിർവഹിക്കുന്നുണ്ട്. ഓരോ സമ്മേളനങ്ങളിലും ഓരോ പ്രതിസന്ധികൾ പാർട്ടി പോകുമ്പോൾ വരുന്നുണ്ട്. ഈ സമ്മേളന കാലങ്ങളിൽ പ്രത്യേകിച്ചും കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആ ചിരിക്കുന്ന മുഖം, ആ ജനപ്രിയ നേതാവിനെ വലിയ രീതിയിൽ CPM മിസ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം.